ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അബാൻഡൻഡ് സ്കൂൾ ഹൗസ് ഓൺ ലോങ് ബ്രാഞ്ച് ബൈ ഫ്രെഡ് ചാപ്പൽ. ഫ്രെഡ് ചാപ്പൽ ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോംസിലെല്ലാം പറയാറുള്ളത് സദേൺ റൂറൽ പാർട്ട് ഓഫ് അമേരിക്ക, അതായത് ദി അപ്പലേഷ്യൻ മൗണ്ടൻ റീജിയൻസിലുള്ള ആളുകളുടെയും ആ ഒരു റീജിയൻ്റെ കുറച്ചും കൂടെ അതിന് വളർച്ചകൾ സംഭവിക്കണമെന്നും ആ റീജിയനും ആ ഏരിയയിലുള്ള ആളുകളും കുറച്ചും കൂടെ ഒരു മുന്നോട്ട് വരണം, അങ്ങനെ അവർക്കൊരു അപ്ബ്രിങ്ങിങ് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പോംസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പോംസിലെല്ലാം യൂഷ്വലി കാണുന്ന തീംസാണ് മെമ്മറി, ഫാമിലി, നേച്ചർ, ഹ്യൂമൻ കണ്ടീഷൻസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു പോം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കളക്ഷൻ ഓഫ് പോയിംസ് ആയിട്ടുള്ള സോൾസ് എന്ന് പറയുന്നൊരു കളക്ഷനിലാണ് കാണപ്പെടുന്നത്. ഇനി ഈ ഒരു പോയമും എങ്ങനെ തന്നെയാണ് ഈ ഒരു സദേൺ റൂറൽ പാർട്ട് ഓഫ് അമേരിക്കയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്കൂളിനെ പറ്റിയിട്ടാണ് ഇവിടെയും പറയുന്നത്. ഒരു കാലത്ത് കളിച്ചിരികളും തമാശകളും എൻജോയ്മെൻറ്റും അത്രമേൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു അത്. പക്ഷേ അത് പിന്നീട് കാലം ചെല്ലുമ്പോൾ അത് തികച്ചും ഒന്നുമില്ലാതെ, ഒരു സൗണ്ടോ ഒന്നുമില്ലാതെ, ഒരുപാട് ജീവജാലങ്ങളും കാട് കയറിയും ഒക്കെ ആ സ്കൂൾ ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് മാത്രമായി മാറുന്നത് നമുക്ക് ഈ ഒരു പദ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്: ഇറ്റ് ഡ്രോസ് റീഡേഴ്സ് അറ്റൻഷൻ ടു poignant situation where the passage of time gradually erodes a place and its significance. അപ്പോൾ സമയം കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം കുറച്ച് കാലം കഴിയുമ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് അല്ലാതെ ആവുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പണ്ട് കാലത്ത് ഏതെങ്കിലും രാജാക്കന്മാർ വലിയ കോട്ട നിർമ്മിച്ചിരുന്നു അല്ലെങ്കിൽ കൊട്ടാരം നിർമ്മിച്ചിരുന്നു. പക്ഷെ വേറൊരു ആർമി അല്ലെങ്കിൽ വേറൊരു രാജാവിൻ്റെ ഫോഴ്സ് വന്ന് അത് നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കൊട്ടാരം ഉണ്ടോ? ഇല്ല. അതിൻ്റെ ആ പൂർണ്ണമായിട്ട് ആ വാല്യൂ അവിടെ നശിച്ചുപോയി. ഇപ്പോൾ പഴയ കാലത്ത് ഉള്ള ബിൽഡിങ്സ് പലതും നമുക്ക് ഇന്ന് കാണാനില്ല. അപ്പോൾ വലിയ ഓട് വീടുകളോ ചിലതൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ടെറസ് വീടുകളിലേക്ക് മാറുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്കൂളും അല്ലെങ്കിൽ ഒരു വിദ്യാലയവും ഇവിടെ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദി ഫൈനൽ സ്കോളർ. അപ്പോൾ ആ ഒരു ടേം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? ഇവിടെ പഠിക്കാൻ വന്ന ഏതൊരു വിദ്യാർത്ഥിയെ പറ്റി പറയുന്നു. പക്ഷെ തൊട്ടടുത്ത ലൈൻ വായിക്കൂ: സ്ക്രോൾസ് ഇസ് ലോങ് ബ്ലാക്ക് നെയിം ഇൻ ആയിൽ ഡസ്റ്റ്. അപ്പോൾ അത് വിദ്യാർത്ഥിയല്ല, മറ്റെന്തോ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ജീവിയെ പറ്റിയിട്ടാണ്, ഒരു പാമ്പാണ്. പാമ്പിനെയാണ് ദ ഫൈനൽ സ്കോളർ എന്ന് പറയുന്നത്. അപ്പോൾ പാമ്പിന് ശരിക്കും ഒരിക്കലും ഒരു വിദ്യാർത്ഥി ആവാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഒരു നോൺ ഹ്യൂമൻ, ഒരു ഹ്യൂമൻ അല്ലാത്ത ഒരു വസ്തുവിന് ഹ്യൂമൻ്റെ ക്വാളിറ്റീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലിറ്റററി ഡിവൈസിനെ നമ്മൾ എന്ത് വിളിക്കും? പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ അതാണ് ദ ഫൈനൽ സ്കോളർ എന്നുള്ള ആ ഒരു ടേമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വരികയാണ്. സ്ക്രോൾസ് ഇസ് ലോങ് ബ്ലാക്ക് നെയിം ഇൻ അയൽ ഡസ്റ്റ്. അയൽ ഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോറിഡോർ അല്ലെങ്കിൽ പാസേജ് വേ, വരാന്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതൊരു പഴകിയ സ്കൂളിൻ്റെ കെട്ടിടമാണ്. അപ്പോൾ ആ കെട്ടിടത്തിൽ ഒരുപാട് പൊടി പിടിച്ച് കിടക്കുക, ഒരുപാട് കാട് കയറി, ഒരുപാട് ഇങ്ങനത്തെ പാമ്പും അങ്ങനെ ഒരുപാട് ജീവികളൊക്കെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാമ്പ് ഇങ്ങനെ ആ പൊടി ഒക്കെ നിറഞ്ഞ ആ വരാന്തയിലൂടെ, കോറിഡോറിലൂടെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് വരികയാണ്. അവൻ്റെ പേര് ആ പൊടിയിൽ എഴുതുന്നു എന്ന് പറയുന്നു. അവൻ ലിക്സ് ദ എയർ വിത്ത് ഹിസ് ടെൻഡിൽ ഡബിൾ ടങ്. അതായത് പാമ്പുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ആ വായ ഇങ്ങനെ പുറത്തെടുത്തിട്ട് അങ്ങനെ ശ്വസിക്കുന്ന പോലെ കാണും. നിങ്ങൾ കണ്ടിട്ടില്ലേ? പുറത്തേക്ക് ഇങ്ങനെ നാവ് ആക്കും, അപ്പം തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കും. ആൻഡ് ലിക്സ് ദി എയർ കോയിൽസ് അപ്പ് ഇൻ ദ ഷാഡോ ഓഫ് എ ബസ്റ്റഡ് ചെയർ. അങ്ങനെ അവൻ എഴഞ്ഞെഴഞ്ഞ് പോയിട്ട് ഒരു കേടായി കിടക്കുന്ന ഒരു ബ്രോക്കൻ ആയിട്ടുള്ള ഒരു ചെയർ അവിടെ ഉണ്ടായിരുന്നു. ആ ചെയറിൻ്റെ കാലുകളിൽ അവൻ ചുറ്റിപ്പിണഞ്ഞ് ആ ചെയറിനോട് ഒട്ടുരുമി അവൻ ഇരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. അങ്ങനെ ഈ പറയുന്ന പാമ്പ് അവിടെ കിടന്ന് ഈ സ്കൂളിന് മുമ്പുണ്ടായിരുന്ന ഫാർമേഴ്സിൻ്റെ കുട്ടികളെ പോലെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. ഡോസ് ഇസ് ലൈക്ക് ദ ഫാർമേഴ്സ് ബോയ്സ്. അപ്പോൾ ലൈക്ക് ദ ഫാർമേഴ്സ് ബോയ്സ്, അപ്പോൾ ഇവിടെ ഒരു സിമിലി വന്നു അല്ലേ, കമ്പാരിസൺ, ലൈക്കിൻ്റെ യൂസേജ് വന്നു. ഹു നെവർ ഗോട്ട് സ്ട്രേറ്റ് ദി ക്യാപിറ്റൽ ഓഫ് ഐഡഹോ. അതായത് ഐഡഹോ എന്ന് പറയുന്നത് യു എസിലൊരു സ്റ്റേറ്റാണ്, കൺട്രി, സിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഐഡഹോൻ്റെ തലസ്ഥാനമായിട്ടുള്ളത് ബോയ്സി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഐഡഹോൻ്റെ ക്യാപിറ്റൽ പോലും ഒന്നും അറിയാത്ത വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഫാമേഴ്സിൻ്റെ കുട്ടികൾ, ബോയ്സ്, ആൺമക്കൾ ആ സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്നു. അവർക്ക് ഒന്നിനെ പറ്റി ഒരു ധാരണയുണ്ടായിരുന്നില്ല. അവർക്ക് പഠിക്കാൻ വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ പഠിക്കുന്നതിലൂടെ അവർ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ടായിരുന്നില്ല. അവർക്ക് കണക്കിലെ ഡിവിഷൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ബുക്സ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ പരിതാപകരമായിട്ട് ഒന്നും പഠിക്കാതെ നടക്കുന്ന നമ്മുടെ
ഫാമേഴ്സിൻ്റെ, അതായത് കൃഷിക്കാരുടെ ആൺമക്കളെ പറ്റിയിട്ട് പറയുന്നു. അതുപോലെയാണ് ആരെന്നാ പറയുന്നത്, ഈ പറയുന്ന ഫൈനൽ സ്കോളറായിട്ടുള്ള ആ പാമ്പും. അപ്പോൾ ആ ആൺകുട്ടികൾക്ക് ഒന്നിനെ പറ്റി ഒരു ധാരണയില്ല, അവരൊന്നിനെ പറ്റി പഠിച്ചിരുന്നില്ല, അവർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് റൂറൽ ലൈഫ്. അതായത് ഫാർമർ ബോയ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പണ്ട് കാലം നോക്കിക്കഴിഞ്ഞാൽ ഈ കൃഷിക്കാരുടെ മക്കൾക്കൊന്നും വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരുന്നൊരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റൂറൽ ലൈഫിലും അല്ലെങ്കിൽ ഇത്തിരി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കും എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോലും അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട് അവർ എന്തൊക്കെ റിയലായി നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഈ ഫാർമർ ബോയ്സ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ സെക്കൻഡ് സ്റ്റാൻസ് അവിടെ കഴിയുകയാണ്. തേർഡ് സ്റ്റാൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ, ദോസ് ബുക്സ് വെർ ഓൾ അബൌട്ട് മോസ്റ്റ് പെയിൻസ് ആർ ഗോൺ നൗ ആൻഡ് ദി വെബ് മിൽക്കി വിൻഡോസ് ആർ ഓപ്പൺ ടു ദ വേൾഡ്. പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്ലാസ് വിൻഡോ, ആ സ്കൂളിലെല്ലാം ഫുൾ ഗ്ലാസ് വിൻഡോസ് ആയിരുന്നു. ആ ഗ്ലാസ് വിൻഡോൻ്റെ ഒരു ഭാഗം എന്നാണ് പെയിൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ പാനൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു ഷീറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ കുറേ കാലമായല്ലോ ഈ സ്കൂൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. അപ്പോൾ ഈ ഗ്ലാസ് വിൻഡോസൊക്കെ എന്താണ്, നശിച്ചു പോയി അല്ലേ. അതിലെല്ലാം ചിലന്തി വലകൾ വന്നു, വെബ് മിൽക്കി വിൻഡോസ് വന്നു. ചിലതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ഇങ്ങനെയാണ് പുറത്തോട്ടുള്ള ലോകവുമായി ബന്ധിപ്പിക്കുന്നു. അതായത് ചില്ല് പൊട്ടിക്കഴിഞ്ഞാൽ പുറമേയുള്ള കാറ്റും ഓരോ ജീവജാലങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറുമല്ലോ, ചില്ല് പൊട്ടി. അതാണ് ഇവിടെ ആർ ഓപ്പൺ ടു ദ വേൾഡ് എന്ന് പറയുന്നത്. ഗോൾഡ് ഡസ്റ്റ് ഗ്രെയിൻസ് swirl up and show which way the wind blows. അതായത് കാറ്റടിക്കുമ്പോൾ, ഇപ്പോൾ സൺലൈറ്റിലൊക്കെ ആണെങ്കിൽ ഈ കാറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ പൊടിപടലങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതാണ് ഗോൾഡ് ഡസ്റ്റ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അതിങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രമേൽ ആ ഒരു സ്കൂളിൻ്റെ അവസ്ഥ ഡീക്കേഡായി അല്ലെങ്കിൽ അത്രമേൽ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഈസ് എക്സ്പോസ്ഡ് ടു നേച്ചർ ആ ബിൽഡിങ്ങിനെ കവർന്ന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്, നമ്മൾ നോർമലി ഇപ്പോൾ കോളേജുകളിലോ സ്കൂളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ബാത്റൂമിൻ്റെ മതിലുകളിലോ അല്ലെങ്കിൽ വാൾസിലോ ചുമരുകളിലോ ഒക്കെ നമ്മളിങ്ങനെ ഓരോന്ന് എഴുതി വെക്കും. ചിലപ്പോൾ ഒരു ഗ്യാങ്ങിൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ എഴുതി വെക്കും. എന്നപോലെ തന്നെ ഈ ഒരു സ്കൂളിലും അതിൻ്റെ ക്ലോക്ക് റൂമിൻ്റെ വാളിലും, ക്ലോക്ക് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം അവരുടെ കോട്ടുകളെല്ലാം ഹാങ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ക്ലോക്ക് റൂം. ആ ഒരു ക്ലോക്ക് റൂമിൻ്റെ ചുമരിൽ KB+RJ എന്ന് വളരെ ഡീപ്പായിട്ട് അവിടെ ഇങ്ങനെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. KB എന്ന് പറയുന്നത് കാതറിൻ ബിയും RJ എന്ന് പറയുന്നത് റോജർ ജെ എന്നാണ്. അപ്പോൾ ഇവിടെ ഡാർക്കൻഡ് ഹാർട്ട് ഓൺ ദി ക്ലോക്ക് റൂം എന്നാണ് പറയുന്നത്. ഡാർക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് ആ ചുമരിൽ എഴുതിയിരിക്കുന്ന ആ 2 പേരുകൾ അതൊരു മെമ്മറിയാണ്, അതൊരു ഫെയ്ഡഡ് മെമ്മറിയാണ് അല്ലേ. അത് കഴിഞ്ഞു പോയ സംഭവമാണ്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഡാർക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത്. നൗ കാതറിൻ ജോൺസൺ ആൻഡ് റോജർ സ്ലീപ്പ് ക്വൈറ്റ് പാസ്റ്റ് ദി സമ്മൺസ് ഓഫ് ദി മോർണിംഗ് ബെൽ. അപ്പോൾ അതാണ് അവരുടെ പേരുകളാണ് പിന്നീട് പറയുന്നത്, കാതറിൻ ജോൺസൺ ആൻഡ് റോജർ. അപ്പോൾ കാതറിൻ ജോൺസൺ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക, ജോൺസൺ മേ ബി കാതറിൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും. KB എന്നുള്ള ഇനീഷ്യൽ മാറിയിട്ട് വേറെ ഹസ്ബൻഡ് വരുമ്പോൾ അവരുടെ ഇനീഷ്യൽസ് മാറ്റുമല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഉറങ്ങുകയാണ്. എങ്ങനെ ഉറങ്ങുന്നത്, മോർണിംഗ് ബെല്ലടിച്ചാൽ പോലും എണീക്കാത്ത അങ്ങനെ പൂർണ്ണ ഉറക്കത്തിലാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഇത് ഉറക്കം മാത്രമാണോ? ഇവിടെ മരണത്തിൻ്റെ സൂചനയാണ് ഇവിടെ പറയുന്നത്. അതായത് എന്തും ഇനിയിപ്പോൾ ബെല്ലടിച്ചാലോ ആര് തന്നെ വിളിച്ചാലോ അവരെണീക്കാൻ പോകുന്നില്ല. ആ കുട്ടികൾ, അല്ലെങ്കിൽ ആ കുട്ടികൾ അവർ വലുതായി കഴിഞ്ഞ് പ്രായം എത്തിയപ്പോൾ അവർ മരിച്ചുപോയി. അവർ ഇപ്പോൾ വളരെയധികം ഉറക്കത്തിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. The morning bell used to wake them up for school, but now they are gone and will never hear it again. The next stanza 5. The teacher sleeps narrow too on yonder side of the Sterling Mountain, as stern with her grave as with a loutish blunder in the Bible verse she set them to learn. അപ്പോൾ ഇവിടെയും പറയുന്നത് ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളൊക്കെ അധ്യാപിക.
അവരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരിപ്പോൾ ഒരു ശവക്കുഴിയിൽ വളരെ ഒതുങ്ങിക്കൂടിയിട്ട്, ആ ഗ്രേവിൽ ശവക്കുഴിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നാരോ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എവിടെയാണ് അവരുടെ ആ ഒരു ഗ്രേവ് എന്ന് പറയുന്നത്? അങ്ങേ അപ്പുറത്ത് വളരെ ദൂരെ മാറിയിട്ട് സ്റ്റെർലിംഗ് മൗണ്ടെയിനിൻ്റെ സൈഡിലാണ് അവരുടെ ഗ്രേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടീച്ചറിനെ പറ്റിയിട്ട് ഇവിടെ കുറച്ചൊരു ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഈ ടീച്ചർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം. ഒരു ചെറിയ ലോട്ടസ് ബ്ലണ്ടർ എന്ന് പറയുന്നത്, അതായത് ചെറിയ ക്ലംസി മിസ്റ്റേക്കുകളോ എന്തൊക്കെ വരുത്തി കഴിഞ്ഞാൽ ടീച്ചർ അപ്പോൾ ചീത്ത പറയും. വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ഈ ഒരു ടീച്ചറിൻ്റെ ക്വാളിറ്റീസും പറയുന്നുണ്ട്. അതായത് വെറും ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. അതേസമയം റിലീജിയസ് പരമായിട്ടും വേറെ പലതരത്തിലും ഈ ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ബൈബിളിലെ ഒരു വാക്യം പഠിപ്പിക്കുന്നതിനിടയിൽ കുട്ടികൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിനടക്കം ചീത്ത പറയുന്ന അത്രമേൽ സ്റ്റേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ആ ശവക്കുഴിയിൽ കിടക്കുമ്പോഴും അവർ വളരെ ഒതുങ്ങിക്കൂടി, വളരെ നാരോ ആയിട്ട്, വളരെ സ്റ്റേൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെ തന്നെയായിരുന്നു അത് തന്നെയാണ് അവരുടെ ആ ഒരു ഗ്രേവിലും അവരുടെ ആ ഒരു ശവക്കുഴിയിലും അവർ ഉള്ളത് എന്നാണ് പറയുന്നത്. അത്രമേൽ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. ദ ടീച്ചർ വാസ് സ്ട്രിക്റ്റ് ആൻഡ് ഷി വാസ് വെരി ഫോക്കസ്ഡ് ഓൺ സ്പിരിച്വൽ മോറൽ ടീച്ചിങ്സ് ഇൻ അഡീഷൻ ടു ദ റെഗുലർ അക്കാഡമിക് ലെസൺസ്. ആ ഒരു ടീച്ചറുടെ ഡിസിപ്ലിൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റാൻസ, ദ സൺസെറ്റ് വാഷസ് ദ ബ്ലാക്ക് ബോർഡ്. അതായത് ആ ദിവസം തീരാറായി. അപ്പോൾ ആ ദിവസം നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ദിവസം പഠിപ്പിച്ച ലെസൺസും എല്ലാം ഈ സൺസെറ്റ് വാഷ് ചെയ്ത് കളയുകയാണ്. ആ ബ്ലാക്ക് ബോർഡിൽ നിന്ന് തുടച്ചു മാറ്റുന്നു. ദ ബീസ് റിട്ടേൺ ടു ദ റിച്ച് ആറ്റിക് നെസ്റ്റ് വെർ മച്ച് ഇസ് സ്റ്റോർഡ്. എന്താണ് ആറ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ മച്ച്, തട്ടിൻപുറം എന്നൊക്കെ നമ്മൾ പറയില്ലേ. സ്കൂളിലും അതുപോലെ മച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ മച്ചിലാണ് ഇപ്പോൾ ഈ നമ്മുടെ തേനീച്ചകൾ കൂട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മച്ച് പണ്ട് എന്തായിരുന്നു ഈ സ്കൂളിൻ്റെ? പണ്ട് ഈ ഇവിടെ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന പഴയ ബുക്കുകളും പഴയ നോട്ട് പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ സപ്ലൈസ്, ഇപ്പോൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ കയറ്റിയെടുത്ത് വെച്ചിരുന്ന ഒരു മച്ചായിരുന്നു അല്ലെങ്കിൽ തട്ടിമ്പുറമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ അവിടെ ഈ തേനീച്ചകളുടെ കൂടാണ് കൂട്ടിയിരിക്കുന്നത്. പണ്ട് ഒരു നോളജിൻ്റെയും അല്ലെങ്കിൽ ഒരു വിദ്യയുടെയും എല്ലാമായിരുന്ന ഒരു സ്ഥലം ഇന്നിപ്പോൾ എന്താണ്? ആ തേനീച്ചകളുടെ കൂടായി മാറിയിരിക്കുന്നു. അപ്പം അത്രമേൽ നമ്മുടെ നേച്ചർ ആ സ്ഥലം കയ്യേറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. their vocales entrances the native tranquil dust. അതായത് ഈ ബീസ് ഇങ്ങനെ തേനീച്ചകൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമല്ലോ, ഒരു പ്രത്യേക തരം ഒരു മ്യൂസിക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മ്യൂസിക് ഇങ്ങനെ ആ ഒരു അന്തരീക്ഷത്തെ വളരെ പീസ്ഫുള്ളാക്കിയിട്ട് മാറ്റുകയാണ്. വളരെ നമുക്ക് ഒരു എൻജോയബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ആ ഒരു സ്കൂളിനെ മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ റിച്ച് ആറ്റിക്സ് നെസ്റ്റ് എന്ന് പറയുന്നത് once it was a place of knowledge and wisdom where all the learning and the experiences are stored. But now what is happening? Now the bees occupied these places. ഇപ്പോൾ അത് കയ്യേറിയിരിക്കുന്നത് നമ്മുടെ തേനീച്ചകളാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോയമിൽ പറയുന്നത്. ഞാൻ ഇടയിൽ കുറച്ച് പോയറ്റിക് ഡിവൈസസ് ഒക്കെ പറയുകയുണ്ടായി. പിന്നെ ഒരുപാട് ഇമേജറീസ് ഉണ്ട് അല്ലേ. നമുക്ക് ചില സെൻറ്റൻസസ് വായിക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു ഇമേജ് തനിയെ ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഗോൾഡ് ഡസ്റ്റ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞു. അതുപോലെ സൺസെറ്റ് വാഷസ് ദ ബ്ലാക്ക് ബോർഡ്, ബീസ് റിട്ടേൺ ടു ദ റിച്ച് ആറ്റിക് നെസ്റ്റ്, അതുപോലെ തന്നെ ദ ബ്ലാക്ക് നെയിം ഇൻ ഐൽ ഡസ്റ്റ്. ഇതൊക്കെ നമുക്ക് ഇമേജറീസ് ആയിട്ട് പറയാം. പിന്നെ ഓൾറെഡി പറഞ്ഞ ആ ഒരു പേഴ്സോണിഫിക്കേഷൻ, ദ ഫൈനൽ സ്കോളർ, പിന്നെ ലൈക്ക് ദി ഫാർമർ ബോയ്സ് എന്ന് പറയുണ്ടായി. അലിട്രേഷൻസ് ഉണ്ട്. വെബ് മിൽക്കി വിൻഡോസ്, അവിടെ ഒരു അലിട്രേഷൻ കാണുന്നുണ്ട്. പിന്നെ സൺസെറ്റ് വാഷസ് ദി ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് നമുക്കൊരു മെറ്റഫറായിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ദ ബീസ് റിട്ടേൺ ടു ദ റിച്ച് ആറ്റിക് നെസ്റ്റ്, അതും ഒരു മെറ്റഫർ തന്നെയാണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് തീംസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എഡ്യൂക്കേഷനെ പറ്റിയിട്ടും റൂറൽ ലൈഫിനെ പറ്റിയിട്ടും. ആ ഫാർമർ ബോയ്സിന് വേണ്ടത്ര എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ റിക്ലമേഷൻ ഓഫ് ദി ഹ്യൂമൻ സ്പേസ് ബൈ നേച്ചർ, അതും പറഞ്ഞു തന്നെയാണ്. അതായത് നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള പല കെട്ടിടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗങ്ങളായിട്ടുള്ള പല ഹ്യൂമൻ സ്പേസിലുള്ള കാര്യങ്ങളോ നേച്ചർ, പ്രകൃതി ഒരു സമയം കഴിയുമ്പോൾ അതിനെയൊക്കെ കയ്യേറിക്കൊണ്ടേയിരിക്കും. അത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്, അതിനൊരു മാറ്റവുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ കാണുന്നത് എ സൈക്ലിക്കൽ മൂവ്മെൻറ്റ് ഫ്രം പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അതായത് പോം തുടങ്ങുമ്പോൾ
പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത് അല്ലേ. സ്കൂൾ അബാൻഡൻഡ് ആണ്, ഒരു പാമ്പ് അതിലൂടെ എഴഞ്ഞു പോകുന്നു, അങ്ങനെ കാര്യങ്ങൾ പറയുന്നു. പെട്ടെന്ന് തന്നെ പാസ്റ്റിലേക്ക് പോകുന്നു, അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ പറ്റിയിട്ട്, ഫാർമർ ബോയ്സിനെ പറ്റിയിട്ട് പറയുന്നു. പിന്നെ പ്രസൻറ്റിലേക്ക് വരുന്നു, അവിടെ വിൻഡോസ് എല്ലാം തകരാറായി, ബ്രോക്കൺ ആയി എന്ന് പറയുന്നു. പിന്നെ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു, കാതറിൻ ജോൺസൺ റോജേഴ്സ് സ്ലീപ്പ് അതിനെപ്പറ്റി പറയുന്നു, ടീച്ചറിനെ പറ്റിയിട്ട് പറയുന്നു. അതൊക്കെ പാസ്റ്റ് മെമ്മറീസ് ആണല്ലോ. അങ്ങനെ അവസാനം എന്താ, വീണ്ടും അവസാനം പ്രസൻറ്റിലേക്ക് വരികയാണ്. സൺസെറ്റ് വാഷസ് ദ ബ്ലാക്ക് ബോർഡ്, ബീസ് റിട്ടേൺ ടു ദ ആറ്റിക് നെസ്റ്റ്, ഇതിനെയൊക്കെ പറ്റി പറയും. അപ്പോൾ ഒരു സൈക്ലിക്കൽ മൂവ്മെൻറ്റ്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറിക്കൊണ്ടുള്ള ആ ഒരു ട്രാൻസിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മെമ്മറി, പിന്നെ അതുപോലെ തന്നെ ഫൊഗോട്ടൺ ഹിസ്റ്ററി, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഡീകേ ആൻഡ് പാസേജ് ഓഫ് ടൈം, ദെൻ നൊസ്റ്റാൾജിയ. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദി സൈക്ലിക്കൽ മൂവ്മെൻറ്റ് ഫ്രം പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അപ്പോൾ പോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത്, ഒരു പാമ്പിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നു. സെക്കൻഡ് സ്റ്റാൻസ് എത്തുമ്പോൾ പഴയ കാലത്തെ കഥയാണ് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ എങ്ങനെയായിരുന്നു എന്ന്. പിന്നെ മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ എഗെയിൻ പ്രസൻറ്റ് കണ്ടീഷനാണ് പറയുന്നത്, അവിടുത്തെ വിൻഡോസ് എല്ലാം നശിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഫോർത്തിലേക്ക് വരുമ്പോൾ എന്താണ്, പഴയ മെമ്മറീസ് വീണ്ടും പറയുന്നു, അതുപോലെ തന്നെ കാതറിൻ ജോൺസൺ ആൻഡ് റോജേഴ്സ് സ്ലീപ്പ് അവരുടെ കാര്യം പറയുന്നു, ടീച്ചറുടെ കാര്യം പറയുന്നു. അങ്ങനെ അവസാനത്തെ സ്റ്റാൻസ് എത്തുമ്പോൾ എന്താണ്, വീണ്ടും പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത് അല്ലേ. അവിടെ ഇപ്പോൾ തേനീച്ചകളാണ്, സൺസെറ്റ് വാഷസ് ദ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഒരു പ്രസൻറ്റ്, പാസ്റ്റ്, പ്രസൻറ്റ്, ആ ഒരു ഒരു ട്രാൻസിഷൻ, അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടനയാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ വേറെയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് തീംസ് നമുക്ക് നോട്ട് ചെയ്യുകയാണെങ്കിൽ മെമ്മറി ആൻഡ് ഫൊഗോട്ടൺ ഹിസ്റ്ററി, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പേസ്, ഡീകേ ആൻഡ് പാസേജ് ഓഫ് ടൈം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ പറഞ്ഞ ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.